ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വിഷമങ്ങളുമായിട്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം ആരംഭിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു വ്യത്യസ്തമായൊരു ടൈറ്റിലാണെന്ന് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സഹോദരനുമായിട്ട്, ഒരു സുഹൃത്താണ്, അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം ബൈബിളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നേരം പല കാര്യങ്ങളും പറഞ്ഞു. അതിനെനിക്ക് ഖുർആനിൽ നിന്ന് തന്നെ, അദ്ദേഹം വിശ്വസിക്കുന്ന പരിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞെങ്കിലും കൃത്യമായ ആയത്തുകളുടെ നമ്പറോ അല്ലെങ്കിൽ ഇന്ന സൂറത്തിൽ അതുണ്ടോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ആ നമ്പറുകൾ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് സംസാരിക്കുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യേശുവുമായി ബന്ധപ്പെട്ട്, മുസ്ലിങ്ങൾ ഈസാ നബി എന്ന് വിളിക്കുന്ന യേശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ച സമയത്ത് അദ്ദേഹം അടക്കമുള്ള ഒരുപാട് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇന്നത്തെ മതപ്രഭാഷകരുടെയും അതുപോലെ മതപ്രബോധനം ചെയ്യുന്ന പല പണ്ഡിതന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു ഇസ്ലാമുണ്ട്. അത് പൗരോഹിത്യ ഇസ്ലാമാണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൗരോഹിത്യ ഇസ്ലാമാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. ഒരുപാട് മുസ്ലിം വിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ബൈബിളിനെ കുറിച്ചും അതുപോലെ തന്നെ ഈസാ നബി യേശുവിനെ കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളിലാണ്. ആ തെറ്റിദ്ധാരണകൾ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. ആ തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ എൻ്റെ ഈ സംസാരം കൊണ്ട് ദൂരീകരിക്കാൻ കഴിയുമെങ്കിൽ വലിയൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ മതപണ്ഡിതന്മാരായിട്ടുള്ള മതപ്രബോധനം നടത്തുള്ള ആളുകളൊക്കെ പറയുന്നൊരു കാര്യമാണ് ഈ നസ്രാണികൾ അഥവാ ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ ജൂതന്മാർ, യഹൂദർ എന്ന് പറയുന്ന ജൂതന്മാർ, ഇവരൊക്കെയും തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരാണ്, അഥവാ ദൈവം തമ്പുരാൻ കോപിച്ചവരാണ്. അതിന് റീസൺ ഇവർ പറയുന്നത് ക്രിസ്ത്യാനികൾ ദൈവത്തിന് അഥവാ അള്ളാഹുവിന്, ഈ ദൈവത്തിനെ അറബിയിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ അള്ളാഹു, അല്ലാതെ ദൈവം വേറെ അള്ളാഹു വേറെ കർത്താവ് വേറെ, അങ്ങനെ ഓരോ പേരുകളിലും വിളിക്കുന്നതൊക്കെ വേറെ വേറെയാണ് എന്ന് ആരും കരുതേണ്ടതില്ല. എല്ലാം ഒരു ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, ഏത് പേരിൽ വിളിച്ചാലും അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളോടാണ് ഈ സംസാരം. അവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളോട് വേറെ രൂപത്തിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റുള്ള അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ മറ്റുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയാമെന്ന് കരുതുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എല്ലാ മതങ്ങളും തുല്യമാണ്. ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും ഉള്ള ആധുനിക ലോകത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ മതങ്ങളിലുമുള്ള അത്തരം കാര്യങ്ങളെ ഒരുപോലെ തന്നെ നിരാകരിക്കുകയും ചെയ്യുന്നു, തള്ളിക്കളയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. തുടർന്നുള്ള വീഡിയോകൾ കൃത്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിനോടും യാതൊരു വെറുപ്പും എനിക്കില്ല. എനിക്ക് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് എത്ര ഇഷ്ടമുണ്ടോ, എത്ര സ്നേഹമുണ്ടോ, അവരെ എത്രത്തോളം ഞാൻ ചേർത്ത് പിടിക്കുന്നോ അതുപോലെ തന്നെയാണ് എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടും ഹൈന്ദവ സുഹൃത്തുക്കളോടും ദൈവമില്ലെന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായിട്ട് നടക്കുന്ന സുഹൃത്തുക്കളോടും ഞാൻ ഇടപഴകുന്നതും. അവരോടൊക്കെ എന്താ പറയുക, എൻ്റെ മനസ്സിൽ അവർക്കൊക്കെ കൊടുത്ത സ്ഥാനം ഒരേ സ്ഥാനമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അത് ഒരിക്കലും പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമല്ല. അധിക ആളുകളും ദൈവത്തെ ഉപേക്ഷിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവരിൽ പോലും പലർക്കും ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയാത്തൊരു ദുഃഖകരമായ അവസ്ഥ കൂടിയുണ്ട്. എൻ്റെ അനുഭവങ്ങളിൽ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടതുമാണ്. എന്നാൽ നിരീശ്വരവാദികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം, ഒരു ശക്തി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അത് ഈ വേദഗ്രന്ഥങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതുപോലെ അല്ലാത്ത തരത്തിലുള്ള ഒരു ദൈവമാണെങ്കിൽ, ഒരു ശക്തിയാണെങ്കിൽ, പുതിയൊരു രൂപത്തിൽ അതിനൊരു വ്യാഖ്യാനം നൽകി അങ്ങനെ ഒരു സംഭവം നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്കതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് യാതൊരു എതിർപ്പുമില്ല.
അങ്ങനെ വിശ്വസിക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പം ഓരോ സംഭവങ്ങളിലും വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിച്ചതുപോലെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ട് വിഭജിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ട്. എങ്ങനെയൊക്കെ എത്രയൊക്കെ വിഭജിച്ച് പോയാലും ഞാൻ പറയുന്ന ആ ഒരു തിയറി അനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതെങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, വളരെയധികം റിലീജിയസ് ആയിട്ടുള്ളൊരു കുടുംബത്തിൽ ജനിച്ച് വളരുകയും ലൈഫിൽ കടന്നു വന്ന വഴികൾ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞതും ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടൊക്കെ അനുഭവ സമ്പത്തുകൾ നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചിന്തിക്കുകയും വായിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന ഒരു പോയിൻ്റാണ്, ഒരു തിയറിയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പറഞ്ഞു വന്ന പോലെ നമ്മുടെ നാട്ടിലെ മതപ്രബോധകരായിട്ടുള്ള ആളുകൾ ഈ ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ ഇതര സമൂഹങ്ങളെ, മുസ്ലിം പ്രഭാഷകരെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപത്തിനിരയായ ദൈവം കോപിച്ച ഒരു സമൂഹമായി ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയൊക്കെ അങ്ങനെ ഒരു അകൽച്ച നമുക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ വളർത്തുന്നതിന് ഇവരുടെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് കാരണമായിട്ടുണ്ട്. അതിനവർ തെളിവ് ഉദ്ധരിക്കുന്നതും പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അത്തരം തെളിവുകളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ കടക്കാം. യഥാർത്ഥത്തിൽ ആരാണ് യേശു? യേശുവിൻ്റെ ജനനവും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജനനവും അതുപോലെ മറ്റുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ജനനമൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, തോറയിൽ നിന്ന് അഥവാ തൗറാത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പുണ്ടായ ഗ്രന്ഥം ഇഞ്ചീൽ അഥവാ ഇന്ന് നമ്മൾ കാണുന്ന ബൈബിളാണ്. അതിനു മുമ്പ് തോറയുണ്ട്. മോശ പ്രവാചകൻ അഥവാ മൂസാ നബിക്ക് അവതരിച്ചതാണ് തൗറാത്ത് അഥവാ തോറ എന്ന് പറയുന്നത്. ആ പറഞ്ഞതിലും ചെറിയ ക്ലാരിറ്റി കുറവുകളൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം, അത് പിന്നീട് നമുക്ക് പറയാം. ഇപ്പം തൽക്കാലം സാധാരണ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി ജനിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അബ്ദുള്ള എന്ന് പറയുന്ന ഖുറൈശി കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ മകനായിക്കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഉമ്മയുടെ പേര് ആമിന ബീവി എന്നാണ്. അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും മകനായിക്കൊണ്ട് നമ്മളെല്ലാവരും ജനിച്ചതുപോലെ തന്നെ വിവാഹ ബന്ധത്തിൽ, ലൈംഗിക ബന്ധത്തിലൂടെ അങ്ങനെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ജനനം അഥവാ ഈസാ നബിയുടെ ജനനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ മറിയമിൽ അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ഊതുകയും അങ്ങനെയാണ് പരിശുദ്ധമായ ആ ഒരു ഗർഭം പരിശുദ്ധ കന്യാമറിയം ധരിക്കുകയും ചെയ്യുന്നത്. ഖുർആൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ബൈബിളിൻ്റേതിൽ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതും തൽക്കാലം ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരുള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. കാരണം തെറ്റിദ്ധാരണയും കളവും ഒക്കെ പെട്ടെന്ന് പ്രചരിക്കും. നേരെ മറിച്ച് സത്യസന്ധത അല്ലെങ്കിൽ സത്യം, വസ്തുത എന്നുള്ളത് പയ്യെ മാത്രമേ അത് സഞ്ചരിക്കൂ. അത് പതുക്കെ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ 2-3 വാചകങ്ങൾ ഞാൻ വായിക്കാം. അത് കേട്ടിട്ട് നിങ്ങളുടെ വിശേഷ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുക. യഥാർത്ഥത്തിൽ ഇന്ന് ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചത് പ്രകാരമാണോ ക്രിസ്ത്യാനികളോടും അതുപോലെ ജൂതന്മാരോടും ഒക്കെയുള്ള സമീപനം, അല്ലെങ്കിൽ ഇതര വിശ്വാസികളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് ഈ 2-3 ആയത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 91-ാമത്തെ സൂക്തം എന്താണ് പറയുന്നത്? തൻ്റെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചവളെയും അങ്ങനെ അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതി അവളെയും അവളുടെ പുത്രനെയും നാം ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. ഇനി മറ്റൊരു അധ്യായം സൂറത്തു തഹ്രീം 66-ാമത്തെ അധ്യായം 12-ാമത്തെ വാചകം. ومريم ابنة عمران التي أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇമ്രാന്റെ മകൾ മറിയമിനെയും, അതായത് തൻ്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച് ചാരിത്രശുദ്ധി സംരക്ഷിക്കുകയും ചെയ്ത
അങ്ങനെ നമ്മുടെ വക ആത്മാവിൽ നിന്നും അതിൽ നാം ഊതുകയും ചെയ്തവൾ തൻ്റെ റബ്ബിൻ്റെ വചനങ്ങളെയും അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും അവൾ സത്യമായി വിശ്വസിക്കുകയും ചെയ്തു. അവൾ ഭക്തരുടെ കൂട്ടത്തിൽപ്പെട്ടവൾ ആയിരുന്നു താനും. ഞാനിവിടെ പാരായണം ചെയ്ത 2 സൂക്തങ്ങളുടെയും ഒരു ആശയം എന്ന് പറയുന്നത്, പരിശുദ്ധ മറിയം തൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുകയും ദൈവം തമ്പുരാൻ പരിശുദ്ധ മറിയത്തിലേക്ക് ദൈവത്തിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഊതുകയും ആ ഊതിയത് കാരണമായി, അഥവാ ആ റൂഹ് മറിയമിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത് കാരണമായി. ആരുടെ റൂഹാണ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റൂഹ് മറിയമിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത് കാരണം പരിശുദ്ധ മറിയം ഗർഭിണിയാവുകയും അവർ മഹാനായ യേശുവിനെ അഥവാ ഈസാ നബിയെ പ്രസവിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത് പ്രകാരം ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കന്യ മറിയം ഗർഭം ധരിച്ച് പ്രസവിച്ച യേശു ക്രിസ്തു അള്ളാഹുവിൻ്റെ റൂഹിനാൽ ഗർഭം ധരിച്ച് പ്രസവിക്കപ്പെട്ട കുട്ടിയാകുന്നു. അതിലാർക്കും യാതൊരു തർക്കവുമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊരു ത്രിയേകത്വമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. ഈ പരിശുദ്ധമായ ദൈവം തമ്പുരാൻ്റെ റൂഹിനാൽ ഗർഭം ധരിച്ച ഒരു സംഭവം വേറെ ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഖുർആൻ പ്രകാരം ആദാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത്, ആദം നബിയെ സൃഷ്ടിക്കുന്ന സമയത്ത് കളിമണ്ണ് കൊണ്ട് ഒരു രൂപമുണ്ടാക്കുകയും പിന്നീട് അതിലേക്ക് അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് റൂഹിൽ നിന്ന് റൂഹിൻ്റെ ഒരു ഭാഗം നൽകിക്കൊണ്ടോ എങ്ങനെയോ റൂഹ് നൽകിക്കൊണ്ട് ആണ് ആദമിന് ജീവൻ നൽകിയത് എന്ന് പറയുന്ന ഒരു സംഭവം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. ഈ 2 വ്യക്തികൾക്കല്ലാതെ വേറെ ആർക്കും തന്നെ അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ആത്മാവ് നൽകിക്കൊണ്ട് ജീവൻ നൽകിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളായ ആളുകൾ യേശുവിനെ ദൈവപുത്രനായി കാണുന്നതിൻ്റെ റീസൺ ആക്ച്വലി നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു തന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ആ ഒരൊറ്റ പോയിൻ്റാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എന്തിന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളും ഈ ഒരു കാര്യത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണയിലാണുള്ളത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായവരാണ് ക്രിസ്ത്യാനികൾ എന്നൊരു ധ്വനി ഖുർആനിൻ്റെ ചില ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ മതപണ്ഡിതന്മാർ നമുക്കൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ പ്രകാരം തന്നെ യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തുവിൻ്റെ ജനനം എന്താണ്, യേശുക്രിസ്തുവിന് ഖുർആൻ തന്നെ നൽകുന്ന പ്രാധാന്യം എന്താണ്, യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട മാതാവിന് ഖുർആൻ നൽകിയ പ്രാധാന്യം എന്താണ്, ഇതൊന്നും തന്നെ ആഴത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് നമ്മളാരും തയ്യാറാകാറുമില്ല. നമ്മളെക്കൊണ്ട് അതിന് തയ്യാറാകാൻ ഈ പണ്ഡിത പുരോഹിതന്മാർ, ഉസ്താദുമാർ സമ്മതിക്കാറുമില്ല. നമ്മളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണ് അഷ്റഫുൽ ഖൽക്ക്, മാനവരിൽ മഹോന്നതനായിട്ടുള്ളത്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ നമ്മൾ വിശ്വസിക്കണം, എന്നാൽ നമ്മുടെ നബി മുഹമ്മദ് നബിയാണ്. ഇങ്ങനെ ഒരു ഇസ്ലാം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ കണ്ടെത്തലുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈസാ നബിയെ അഥവാ യേശു ക്രിസ്തുവിനെ ഖുർആൻ തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം തന്നെ പരിചയപ്പെടുത്തുന്നത് റൂഹുല്ലാ എന്നാണ്, അള്ളാഹുവിൻ്റെ റൂഹ് എന്നാണ്. ഈ റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, ജീവൻ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ പറയാം. അള്ളാഹുവിൻ്റെ റൂഹ് ഒരു പുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ, ഒരു പുരുഷനാൽ ഗർഭം ധരിക്കാതെ, ഒരു പുരുഷൻ്റെ സ്പർശമേൽക്കാതെ ഒരു സ്ത്രീ അള്ളാഹുവിൻ്റെ റൂഹിനാൽ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന അത്രയും മഹത്തായ ദൈവികമായ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികൾ അത് ദൈവപുത്രനാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. അത് ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യാനിയും ദൈവം തമ്പുരാൻ നമുക്കൊക്കെ മക്കൾ ഉണ്ടാകുന്നത് പോലെ ഉള്ള അവസ്ഥയിലൂടെ കടന്നു വന്ന് ജനിച്ച ഒരു കുട്ടിയായി യേശു ക്രിസ്തുവിനെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല.
മുസ്ലിങ്ങളും അങ്ങനെ അല്ല വിശ്വസിക്കുന്നതിനുള്ള തെളിവാണല്ലോ ഈ രണ്ടായത്തുകൾ. പിന്നെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ദൈവത്തിന് പുത്രനുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ, അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിന്റെ കോപത്തിന് ഇരയായി എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് പറയാൻ ഏറ്റവും കൂടുതൽ അർഹത ക്രിസ്ത്യാനികൾക്കല്ലേ? ആ ക്രിസ്ത്യൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അവർ വിശ്വസിക്കുന്ന ദൈവപുത്രൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ നമ്മൾ പല സ്വാമിമാരും അതുപോലെ പല ആത്മീയ ഗുരുക്കന്മാരൊക്കെ മക്കളെ എന്ന് അനുയായികളെ വിളിക്കുന്നത് കാണാം. മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിളി കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്കായി ഇരുന്നു കൊടുക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ആയതുകൊണ്ടാണോ? അത് മലയാളത്തിലുള്ള അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു പ്രയോഗം മാത്രമാണ്. ഒരിക്കൽ പോലും ദൈവം തമ്പുരാൻ അങ്ങനെ ഒരു ദാമ്പത്യ ബന്ധത്തിലൂടെ ജനിപ്പിച്ച ഒരു കുഞ്ഞല്ല ഈ മഹാനായ യേശുക്രിസ്തു. സാമാന്യം ചെറിയ ബുദ്ധി ഉണ്ടെങ്കിൽ ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു മക്കളെ എന്നുള്ള വിളി പോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ദൈവം നേരിട്ട് തന്നെ കന്യാമറിയത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് അത് ദൈവത്തിൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു കാറ്റഗറിയിൽ അത്രയും വലിയൊരു മഹത്തായ സ്ഥാനം നൽകിക്കൊണ്ടാണ് അവർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതൊരിക്കൽ പോലും ദൈവത്തിൻ്റെ മകൻ, നമ്മുടെ മകൻ, എൻ്റെ മകൻ, നിങ്ങളുടെ മകൻ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനേ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ദൈവത്തിന് അങ്ങനൊരു പുത്രൻ നമ്മൾക്കൊക്കെ ഉള്ളതുപോലെ അങ്ങനൊരു പുത്രനുണ്ട് എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നില്ല. അവർ മനസ്സിലാക്കിയ പുത്രൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ എങ്ങനെ യേശുക്രിസ്തുവിന് ജന്മം നൽകി എന്ന കാര്യം പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പോലും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഈ ഒരു കാര്യത്തെ എത്ര വക്രീയമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പാവം മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു അകൽച്ചയുടെ മനോഭാവം സൃഷ്ടിക്കുന്നത്. ഈ പണ്ഡിത പുരോഹിതന്മാർ ചെയ്യുന്നത് എത്ര വലിയ പാപമാണല്ലേ. എത്ര മനസ്സുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അകൽച്ചയിൽ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒന്നാണ്. ഓരോ ആളുകളും ഓരോ പ്രവാചകന്മാരുടെ അനുയായികളായി നിൽക്കുന്നത് കൊണ്ട് അവർ വ്യാഖ്യാനിക്കപ്പെട്ട ദൈവിക സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അതിൻ്റെ മറ്റൊരു വേർഷൻ മാത്രമാണ് അവർ കർത്താവെന്നോ അല്ലെങ്കിൽ യഹോവയെന്നോ ഒക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ആ ഒരു സംഭവം. അല്ലാതെ ഇതിൽ നിന്ന് വ്യത്യാസമായി യാതൊന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ മഹത്വം വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആകുമോ? പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത് നോക്കാം. 3-ാമത്തെ അധ്യായം സൂറത്ത് ആലിമ്രാനിലെ 84-ാമത്തെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. നബിയെ പറയുക, ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. മാത്രവുമല്ല ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും സിബുത്ത് സന്തതികളുടെയും മേൽ ഇറക്കപ്പെട്ടിട്ടുള്ളതും മൂസാക്കും ഈസാക്കും മറ്റ് നബിമാർക്കും തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. അതെ, അവരിൽ ഒരാളുടെ ഇടക്കും ഞങ്ങൾ യാതൊരു വ്യത്യാസവും കാണിക്കുന്നില്ല. ഞങ്ങളാകട്ടെ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിങ്ങളുമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദുർവ്യാഖ്യാനങ്ങൾക്കും പഴുതു തരാതെ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നബിയെ നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട്, അന്നത്തെ മുസ്ലിങ്ങളോട് പറയാനായിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യൗക്കൂബിൻ്റെയും സിബ്ത്ത് സന്തതികളുടെയും
ഇവർക്കൊക്കെ ഇതൊക്കെ ബൈബിളിൽ പറയപ്പെട്ട പ്രവാചകന്മാരാണ്. ഇവർക്കൊക്കെ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളില്ലേ, ആ വേദഗ്രന്ഥങ്ങളിലും മൂസാക്ക് അഥവാ തൗറാത്ത്, ഈസാക്ക് ഇഞ്ചീൽ, ഈസാ നബിക്ക്, ഇവർക്കൊക്കെ അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർക്കിടയിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കാണിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയ അഥവാ ദൈവം തമ്പുരാന് കീഴൊതുങ്ങിയ മുസ്ലിങ്ങളാകുന്നു. ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരണശീലയുള്ളവർ എന്നാണ് അർത്ഥം. അനുസരിക്കുന്നവർ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നവരെ അറബിയിൽ പറയുന്ന പേര് മാത്രമാണ് മുസ്ലിങ്ങൾ. ഇന്ന് നമ്മുടെ പൗരോഹിത്യവർഗം മുസ്ലിം സമുദായം അതൊരു മതമായി അങ്ങനെ വ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു വേർതിരിവുണ്ടാക്കി നമ്മൾക്കിടയിൽ ടോട്ടലി കൺഫ്യൂഷൻസ് ഉണ്ടാക്കി നമ്മളെ തമ്മിൽ അകറ്റാനുള്ള എല്ലാ വഴികളും തുറന്നിട്ടുകൊണ്ട് അവർ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങളും ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അവരവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഒരു കാരണവശാലും ഞാൻ മുസ്ലിമാണ് അവൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് യാതൊരു വേർതിരിവിൻ്റെയും ആവശ്യമേ ഇല്ല. യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ന്യൂനപക്ഷം ക്രിസ്തീയ പണ്ഡിതന്മാരും ക്രിസ്ത്യാനികളായിട്ടുള്ള പാവം വിശ്വാസികളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് വളരെ മൈനോറിറ്റി വിഭാഗമാണ്. രണ്ട് വശങ്ങളിലും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പടർത്തി പാവം വിശ്വാസികളുടെ മനസ്സുകളെ അകറ്റുന്ന അതിനെയാണ് ഞാൻ പൗരോഹിത്യ മതം എന്ന് സംബോധന ചെയ്യുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ പ്രവാചകന്മാരാരും തന്നെ വ്യത്യസ്ത മതങ്ങളൊക്കെ വ്യത്യസ്ത രൂപത്തിൽ അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടൊന്നും അല്ല പോയിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരുടെയും അനുയായികളായിട്ടുള്ള ആളുകൾ പിന്നീട് പിൽക്കാലഘട്ടങ്ങളിൽ അവരുടെ എൻ്റെ പ്രവാചകൻ ഇന്നതാണ്, അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ അനുയായിയാണ് ഞാൻ എന്ന രൂപത്തിൽ അവർ സ്വയം മാറി അങ്ങനെ ആയിത്തീർന്നതാണ്. ഒരിക്കലും ദൈവം തമ്പുരാനോ അല്ലെങ്കിൽ വന്ന പ്രവാചകന്മാരോ അങ്ങനെ ഒരു കൗമിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമുദായങ്ങളെ ഉണ്ടാക്കിയെടുത്ത് സെപ്പറേറ്റ് ആക്കി നിർത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകളെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് തുണ്ടമാക്കിയിട്ട് പോയവരല്ല ഈ പ്രവാചകന്മാരൊന്നും. അങ്ങനെ പോയി എന്ന് വരുത്തി തീർക്കുകയും പാവം വിശ്വാസികളെ പറ്റിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? പുരോഹിത വർഗത്തിന് എന്നാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൊണ്ട്. ഈ ഒരു വലിയ തിരിച്ചറിവ് പകർന്നു നൽകാനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. മഹാനായ യേശുവിൽ വിശ്വസിക്കാത്ത ഒരാളും മുസ്ലിം ആകില്ല. അപ്പോൾ പറയും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വെറുതെ അങ്ങോട്ട് വിശ്വസിച്ച് പോയാൽ പോരാ. അവർ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ വേദഗ്രന്ഥങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അതിലുള്ള നന്മകൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ പകർത്തേണ്ടത് തന്നെയാണ്. അതിൽ തിന്മകളുണ്ടോ? എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഉള്ളതുപോലെ അന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ ഞാൻ ക്രിസ്ത്യാനി നിങ്ങൾ മുസ്ലിം അങ്ങനെ പറഞ്ഞ് വേർതിരിവുകളൊന്നും ഉണ്ടാക്കിയെടുത്തിട്ട് വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചിട്ട് അങ്ങനെ അകന്ന് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ പൗരോഹിത്യ സൃഷ്ടിയാണെന്നുള്ള ആത്യന്തികമായൊരു തിരിച്ചറിവുണ്ടായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ ലെങ്ത് കൂടുകയാണ്. മുസ്ലിങ്ങൾ പറയുന്നത് ബൈബിളിൽ അഥവാ ഈസാ നബിക്ക് അവതരിച്ച ഇഞ്ചീലിൽ കൈകടത്തലുകളുണ്ട്, അതുപോലെ തന്നെ തോറയിൽ കൈകടത്തലുണ്ട്. ഈ കൈകടത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകടത്തിയതാരാണ്? മനുഷ്യർ. ഖുർആനിൽ മാത്രം അങ്ങനെ ഒരു കൈകടത്തൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ്റെ അനുയായികൾ പരിശുദ്ധ ഖുർആനിൽ മാത്രം വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും പരിശുദ്ധ ഖുർആൻ പിന്നീട് സംരക്ഷിക്കപ്പെട്ടതും ആ നാൾ വഴികളെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ പണ്ഡിത പുരോഹിതന്മാർ നമുക്ക് ഉരുട്ടിത്തരുന്ന സാധനം അണ്ണാക്ക് തൊടാതെ നമ്മളിങ്ങനെ വിഴുങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആക്ച്വലി ആ വിഴുങ്ങണതിന് മുമ്പ് ഈ തന്ന സാധനം എന്താണെന്നൊന്ന് പരിശോധിച്ചുകൂടാ. അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരം അകൽച്ചകളൊന്നും നമ്മൾ തമ്മിലില്ല. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഞാനും ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച എൻ്റെ സുഹൃത്തും ഞങ്ങളൊക്കെ ഒരൊറ്റ സഹോദരന്മാരാണ്. നമ്മൾ തമ്മിൽ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചിട്ട് ചൂഷണം ചെയ്ത് ഈ കൊതുക് ചോര കുടിക്കുന്നത് പോലെ നമ്മുടെ രക്തം കുടിച്ച് നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം വിലപ്പെട്ട എല്ലാം കവർന്നെടുക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാരാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം ഇനിയെങ്കിലും. ഈ കൈകടത്തലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കൈകടത്തൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകൻ്റെ ആ
കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഖുർആൻ്റെ കോപ്പികളൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടും. നമ്മൾ ബൈബിൾ കൈകടത്തൽ നടത്തി, ബൈബിൾ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ ഇതുവരെ നമ്മൾ കേൾക്കാത്തതാണ് ഇസ്ലാമിക ചരിത്രങ്ങളിലേക്കുള്ളത്. ഇതൊന്നും ഈ പറയുന്ന ഉസ്താക്കന്മാർ ഇതൊന്നും നമുക്ക് പഠിപ്പിച്ചു തരില്ല. കാരണം എങ്ങാനും ഒരുത്തൻ്റെ ബുദ്ധി വർക്ക് ചെയ്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതിയ ഖുർആൻ ആണല്ലേ, അപ്പം നമ്മൾ പ്രവാചകൻ്റെ ഖുർആൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുനടക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമോ എന്ന് ഭയപ്പെട്ടിട്ട് അത്തരം കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ പൗരോഹിത്യം കുഴിച്ചു മൂടി പാവപ്പെട്ട വിശ്വാസികളെ പഠിപ്പിക്കാതെ കൊണ്ടു നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിപ്പോൾ പറയുന്നില്ല. ഈ പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ എന്ന മാലാഖയുടെ അടുത്ത് PDF ആയിട്ട് കൊടുത്തയച്ച സാധനമൊന്നും അല്ലല്ലോ. അത് വായ കൊണ്ട് ജിബ്രീൽ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് നബി അത് അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തു. അതിന് ശേഷമുള്ള തലമുറകൾ അനുയായികൾക്ക് അങ്ങനെ കൈമാറി. പിന്നീട് അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട് അത് മുസഹഫ്, ഇന്ന് നമ്മൾ കാണുന്ന മുസഹഫ് എന്ന രൂപത്തിലായതാണ്. ഇതിനിടക്ക് പ്രവാചകൻ്റെ വായയിലൂടെ കേട്ട് അത് രേഖപ്പെടുത്തിയ മഹാനായ സഹാബിമാരുടെ മനസ്സുകളിലാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ആ രേഖപ്പെടുത്തപ്പെട്ട രേഖകളെല്ലാം തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്തിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. ഈ കത്തിച്ച് കളഞ്ഞതോടുകൂടി അതിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ആർക്കറിയാം? ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ എന്തെല്ലാം ഫയലുകൾ നമുക്ക് മിസ്സാവുന്നുണ്ട്. എത്ര കാര്യങ്ങൾ. നമ്മൾ ഇന്ന് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് 100ാമത്തെ ആളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എത്തുക. ഇത്രയും സംവിധാനങ്ങളും റെക്കോർഡിംഗ് സിസ്റ്റവും എല്ലാം ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇതൊന്നുമില്ലാത്ത മരത്തളികകളിലും താലി ഓലകളിലുമൊക്കെ കുത്തിക്കുറിക്കുന്ന ആ ഒരു സാഹചര്യമുള്ള കാലഘട്ടത്തിൽ കറണ്ടില്ലാത്ത, യാതൊരുവിധ ആധുനിക സുഖസൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ ഒരു ഇരുണ്ട യുഗം പോലത്തെ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഇതിനെ സംരക്ഷിക്കപ്പെട്ടു, യാതൊരുവിധ കൈകടത്തലുകളുമില്ലാതെ എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് ആശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിലൊക്കെ ചിന്തിക്കേണ്ടതായ ഒരുപാട് വസ്തുതകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആൻ PDF ആയി അങ്ങനെ കൊണ്ടുവന്ന് തന്നതല്ലാത്ത ഗ്രന്ഥം പോലെ തന്നെയാണ് പരിശുദ്ധ ബൈബിളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിന് എന്ത് പ്രാധാന്യമാണോ നമ്മൾ നൽകുന്നത്, സെയിം പ്രാധാന്യം തൗറാത്തിനുണ്ട്, തോറക്കുണ്ട്, ബൈബിളിനുണ്ട്. ഇത് അംഗീകരിക്കാൻ ഇച്ചിരി പാടാണെന്ന് എനിക്കറിയാം. എന്നാലും ഇത് വസ്തുതയാണ്. നമ്മൾ അംഗീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് വസ്തുതയല്ലാതാകുന്നില്ല. എന്നാൽ ഈ ഒരു വസ്തുത അംഗീകരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമ്മൾ മാത്രം പോകുന്നൊരു സ്വർഗവും നമ്മൾ മാത്രം ജീവിക്കുന്നൊരു ലോകവും സ്വപ്നം കണ്ട് നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ ഈ പറയപ്പെട്ട ആളുകളെയൊക്കെ പിന്നെ അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പരിശുദ്ധ ഖുർആനിനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. പണ്ഡിത പുരോഹിതന്മാർ ദുർവ്യാഖ്യാനിച്ച ദുർവ്യാഖ്യാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങിയാൽ ഇതൊന്നും മനസ്സിലാവില്ല. നമ്മളാകെ വളരെ കുറച്ച് കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ പരസ്പരം കലഹിക്കാതെ നമ്മളെല്ലാവരും ഒന്നാണെന്നും മതത്തിൻ്റെ വേലിക്കെട്ടിനോ രാഷ്ട്രീയത്തിൻ്റെ വേലിക്കെട്ടിനോ ഒന്നിനും നമ്മളുടെ പരസ്പര സ്നേഹ ബഹുമാനത്തെ തകർക്കാൻ കഴിയില്ല എന്ന ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. ആ ഒരൊറ്റ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ തിരിച്ചറിവോടുകൂടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. സ്വാഭാവികമായും വിയോജിപ്പുകൾ ഉണ്ടാകാം. നിങ്ങളുടെ വിയോജിപ്പുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ. അതിൽ നിന്ന് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ പിന്നീടുള്ള അവസരങ്ങളിൽ നമുക്ക് വിശദീകരിക്കാനും പരസ്പരം അറിയാനും പഠിക്കാനും എല്ലാത്തിനുമുപരി നമുക്ക് പരസ്പരം അടുത്തിരിക്കാനും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കൊക്കെയും സാധിക്കുന്ന ഒരു നല്ല അവസ്ഥ സംജാതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ലോകത്തിൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.